ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് സവാള ഉള്ളി ചേർക്കും. സവാള ഉള്ളി ആരും ചേർക്കാറില്ല, പക്ഷേ ഇത് ചേർത്ത് ഉണ്ടാക്കി നോക്കൂ, സൂപ്പറായിരിക്കും. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിനകത്തോട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് കടുക് ടക്കി എന്ന് പൊട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇത് ഞാനെല്ലാം ഉണ്ടാക്കുന്ന ഞങ്ങളുടെ കടയിലെ കുക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ടതിന് ശേഷം ജീരകം, ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അത് ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര പുക അടിച്ചിട്ടോ, അതാ പെട്ടെന്ന് പുറകോട്ട് മാറിയത്. പിന്നെ അതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഒരു ചുമന്ന കളറാവുമല്ലോ, ചുമന്ന കളറാവുന്ന വഴറ്റിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ക്രഷ് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അതിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ചുമന്ന കളറിൽ മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ ചീത്തയായി പോകുമെന്നും പറയും, എനിക്കറിയില്ല. പിന്നെ നല്ലതായിട്ട് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ചുമന്ന കളറായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കായപ്പൊടി അധികം ഇട്ട് കൊടുക്കണം, തോനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഹൈലൈറ്റാണ് കായപ്പൊടി, നമ്മൾ അച്ചാറിൻ്റെ ഹൈലൈറ്റ് കായപ്പൊടിയാണ്. അതും കൂടി ഇട്ട് മിക്സ് ആയതിനു ശേഷം അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഇട്ട് വിടുക. അവരവരുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടെടുക്കുക. മുളക് പൊടി ഇട്ടതിന് ശേഷം അത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മുളക് പൊടി ഇട്ടതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് ആഡ് ചെയ്തത് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ കായപ്പൊടി നേരത്തെ ഇട്ടായിരുന്നു, വെച്ചാൽ കുറച്ചും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് വിനാഗിരി ഒഴിക്കണം കേട്ടോ. വിനാഗിരി തോനെ ഒഴിക്കണം, കാര്യം ആ ഗ്രേവി കിട്ടണമെങ്കിൽ വിനാഗിരി തോനെ ചേർക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്ന കണക്ക് പടപടാന്ന് വിനാഗിരി എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി അച്ചാറെല്ലാം ഉണ്ടാക്കുന്ന ഷോപ്പിലേക്ക് ആകുമ്പോൾ ഒരുപാട് ഉണ്ടാക്കണം, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വിനാഗിരി ചേർത്തേക്കുന്നത്. നമ്മുടെ അച്ചാർ ചീത്തയാവാതിരിക്കാൻ വേണ്ടി വിനാഗിരി ഒഴിച്ചേക്കുന്നത്. വിനാഗിരി ഒഴിച്ച് അതൊരു കുറേ പരുവത്തിലാക്കി എടുക്കണം. ഭയങ്കര മണം അടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങയും പച്ചമുളകും കൂടെ ഉണ്ട്, അത് ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുക. കാണാൻ തന്നെ എന്ത് ഭംഗിയായിട്ടോ, ഭയങ്കര മണം അടിക്കുന്നുണ്ട് ഇവിടെ. നല്ല വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ മണം വരുന്നുണ്ട് വിനാഗിരി വെച്ചപ്പോഴത്തേക്ക്. എന്നിട്ട് നാരങ്ങ ഇട്ടിട്ട് അത് നല്ലതായിട്ടൊന്ന് ഇളക്കിക്കോരുക, നല്ല വഴറ്റിയെടുക്കുക. എല്ലാ നാരങ്ങ മൊത്തം അതിനകത്തോട്ട് മിക്സായി വരണം കേട്ടോ. മൊത്തം നല്ലതായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അത് ഇത്തിരി ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഇത്തിരി എല്ലാം നല്ലതായിട്ട് തിളയ്ക്കണം, എന്നാലും അതിൻ്റെ കയ്പ്പൊക്കെ ഇറങ്ങണ്ടേ, വേവണ്ടേ. വേവിച്ചെടുത്ത നാരങ്ങയാണ് എങ്കിലും ഈ അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ നല്ലതായിട്ട് തിളയ്ക്കണം. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അരപ്പെല്ലാം അതിനകത്തോട്ട് പിടിച്ചെടുക്കണ്ടേ, അതുവേണ്ടി നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ചെടുക്കണം കേട്ടോ. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് വലിയ പാനിൽ വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ കടയിലേക്കല്ലേ ആണ്ട ഈ പരുവത്തിൽ അച്ചാർ, എന്താ അടിപൊളി അച്ചാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന നോക്കി, കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു കേട്ടോ. പിന്നെ അതിക്ക് കുറച്ചും കൂടി കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ അച്ചാർ? കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നില്ലേ? പിന്നെ കറിവേപ്പിലയുടെ തണ്ടുണ്ടല്ലോ, അതും കൂടി അയക്ക് അതിനകത്തോട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ, സൂപ്പർ അച്ചാറാണ്. നമ്മുടെ കല്യാണ വീട്ടിൽ കഴിക്കൂലേ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ അച്ചാറിന്. കല്യാണ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, അതിനകത്ത് ഒരു മാറ്റമില്ല. കയ്പൊന്നും അറിയാനേ പറ്റുന്നില്ല, സൂപ്പർ അച്ചാറാണ്. ലാസ്റ്റ് ഇതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് ഒരുപാട് നാൾ ചീത്തയാവാതിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. താങ്ക് യു, ബൈ.